ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ സൂം. അപ്പം ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇത് സുധീഷ്. അപ്പൊ സുധീഷ് ഒരു പടം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ പടത്തിന് നിങ്ങൾക്ക് വേണ്ടി നമ്മളെ പടത്തിന്റെ ഡൗട്ട്സുകൾ അല്ലെങ്കിൽ സുധീഷിന്റെ ഒപ്പീനിയനുകൾ എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കാൻ പോവാണ്. ഏതാണ് പടം? മഹാരാജ, അതായത് നമ്മുടെ വിജയ് സേതുപതി അഭിനയിച്ച 50ാമത്തെ പടം. ഓ, 50ാമത്തെ പടം. അതെ അതെ, ഇപ്പൊ എങ്ങനെ ചെയ്ത് 50ാമത്തെ പടം എത്തിയിരിക്കുക. പടങ്ങൾ ഇങ്ങനെ വന്ന് അവസാനം ആള് അവസാനം നമ്മൾ കണ്ടത് ജവാനിലാണെന്ന് തോന്നുന്നു. ജവാനിലാണ് നമ്മൾ അവസാനം കണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്നിട്ട് മൂപ്പര് തമിഴില് വീണ്ടും ഒരു പടം ചെയ്തിരിക്കുകയാണ്. നിതിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, കുറമ്പുമ്മ, മൂപ്പറിന്റെ ഫസ്റ്റ് പടം, മൂപ്പറിന്റെ ഡയറക്ഷനിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. മൂപ്പറിന്റെ 50ാമത്തെ പടം, നിതിലിന്റെ 2ാമത്തെ പടം. ഇതില് കുറമ്പുമ്മ സിനിമയിലുണ്ടായിരുന്ന 1-2 കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ അതേപോലത്തെ ഒരു നരേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അടിപൊളി പടമാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് പടം എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാവും. അത് ഒരു എന്താ പറയാ, ഒരു സസ്പെൻസും ത്രില്ലും ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഇതില് അനുരാഗ് കാശ്യപ് ആണ് ഇതില് വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത്. അടിപൊളി. മുപ്പിനെ പറ്റി അറിയാലോ, ഫാൻസ് ആണല്ലോ. അടിപൊളിയാ. ഒരു പോലീസുകാരനൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റേ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടായിരുന്നു. ഓ സോറി, നടരാജ് നട്ടി ക്യാമറമാനായിരുന്ന മൂപ്പരാണ് ഇതില് അഭിനയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആയിരുന്നു മുമ്പ്. മൂപ്പര് ഹിന്ദി സിനിമകളിലൊക്കെ ക്യാമറമാൻ ആയിരുന്നു. ട്രെയിലറിൽ തകർത്തുണ്ടായിരുന്നു. പക്ഷെ മൂപ്പറിനെ കാണാൻ അടിപൊളിയായിട്ടുള്ളത് അനുരാഗ് കാശ്യപ്. ഇതില് മൂപ്പര് ഒരു ചെറിയ നെഗറ്റീവ് റോളാണെന്ന് പറയാം, പക്ഷെ അവസാനം വരുമ്പോൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇതില് കഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട പടമാണ്. കാരണം എന്താന്ന്, പ്ലോട്ട് അങ്ങനെയാ, നമ്മൾ പറഞ്ഞെങ്കിൽ ട്വിസ്റ്റ് മൊത്തം പൊളിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പടം. ഫസ്റ്റ് മുതൽ പറയുകയാണെങ്കിൽ കഥ പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയില് ഇതില് എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു സസ്പെൻസ് മൊത്തം പൊളിച്ചടക്കണ അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് കഥയൊന്നും പറയാത്തത്. അടിപൊളി പടമാണ്. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്ററിൽ തന്നെ കാണാം. അടിപൊളി പറയുമ്പോൾ നമ്മള് തിയേറ്ററിൽ പോയി കാണണമല്ലോ. തമിഴിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ആണ് ഇത്തവണത്തെ. എനിക്ക് തോന്നുന്നു ഈ 6 മാസത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഈ പടമായിരിക്കുന്നത്. 50ാമത്തെ പടം ഒരു ഇൻഡസ്ട്രിന്റെ ഒരു ഇയറിന്റെ ബ്ലോക്ക് ബസ്റ്റർ. അതെ, അത്രയും താഴേക്ക് പോയി ഒരു ഇൻഡസ്ട്രീനെ പൊക്കിക്കൊണ്ടുവന്നു. അതെ അതെ അതെ, മാസ് കംബാക്ക്. അതെ, മ്യൂസിക് ബിജിഎം ഒക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ കഥ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതൊന്നും അറിയുന്നില്ല. അടിപൊളിയായി എല്ലാം സിനിമയായിട്ട് സിങ്ക് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലിത്തിരി നമുക്ക് ബ്ലഡ് ഷീറ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്ന് കണക്കാക്കാതെ കാണുകയാണെങ്കിൽ അടിപൊളി പടം. നമുക്ക് ഇതൊക്കെ കോമൺ ആണല്ലോ. അതെ, ഇപ്പൊ ലോകേഷ് കനകരാജും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അതെ, അങ്ങനത്തെ ഉള്ള സംഭവം ആയതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്റർ മസ്റ്റ് പടമാണ്. നീ കാണില്ലേ? ഞാൻ കാണും. നിങ്ങൾ പറഞ്ഞത് വീഡിയോ കട്ട് ചെയ്ത് നമ്മൾ നേരെ തിയേറ്ററിൽ പോകുന്നു, പടം കാണുന്നു. ഓക്കെ, സെറ്റാണ്. അപ്പൊ എല്ലാവരും കാണുക. പടത്തിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ വീഡിയോനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. വീഡിയോനെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇനി അടുത്ത വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് ഗ്രൂപ്പിന് ഷെയർ ചെയ്യുക, ഏതാണല്ലേ എല്ലാവരും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ. നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.